ഉത്തരവാദിത്തങ്ങളും ഭയന്ന് വിവാഹത്തോടും പ്രസവത്തോടും വിമുഖത കാണിക്കുന്ന ചൈനയിലെ ഒരു വിഭാഗം യുവതികൾ ഇപ്പോൾ വിചിത്രമായൊരു വഴിയിലൂടെയാണ് തങ്ങളുടെ മാതൃത്വത്തെ തൃപ്തിപ്പെടുത്തുന്നത്. പഞ്ഞുകൊണ്ടുണ്ടാക്കിയ കോട്ടൺ പാവകളെ സ്വന്തം മക്കളെ പോലെ ദത്തെടുത്ത് വളർത്തുന്ന ഈ രീതിക്ക് വേദനയില്ലാത്ത മാതൃത്വം എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. ചൈനയിലെ ജെൻസി വിഭാഗത്തിൽപ്പെട്ട യുവതികൾക്കിടയിലാണ് ഈ പ്രവണത വ്യാപകമാകുന്നത്. പാവകളെ വെറും കളിപ്പാട്ടങ്ങളായല്ല, മറിച്ച് വൈകാരിക പിന്തുണ നൽകുന്ന അംഗങ്ങളായാണ് ഇവർ കാണുന്നത്. കുട്ടികളെ വളർത്തുന്നതിനുണ്ടാകുന്ന ഭാരിച്ച ചെലവുകളും കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾക്കിടയിലെ മാനസിക സമ്മർദ്ദവുമാണ് ഇത്തരമൊരു മാറ്റത്തിലേക്ക് യുവതികളെ നയിക്കുന്നത്. പാവകളെ വാങ്ങുന്നവർ തങ്ങളെ തന്നെ മമ്മി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാവയെ ഓർഡർ ചെയ്ത് വീട്ടിലെത്തുന്നത് വരെയുള്ള സമയത്തെ ഇവർ ഗർഭകാലം എന്ന് തമാശയായി വിളിക്കുന്നു. പാവകൾക്കായി മുന്തിയ വസ്ത്രങ്ങൾ വാങ്ങുക, മേക്കപ്പ് ചെയ്യുക, വിഗുകൾ ഉപയോഗിച്ച് മുടി സ്റ്റൈൽ ചെയ്യുക എന്നിവ ഇവരുടെ പ്രധാന വിനോദമാണ്. പാവകളുമായി റെസ്റ്റോറന്റുകളിൽ പോകുന്നതും വിനോദയാത്രകൾ നടത്തുന്നതും പാർക്കുകളിൽ കൊണ്ടുപോകുന്നതും ഇപ്പോൾ ചൈനയിൽ ഒരു സാധാരണ കാഴ്ചയായി മാറി. 2023 ചൈനയിലെ പ്രശസ്തമായ ഹൈഡ് ലാവോ റെസ്റ്റോറന്റിൽ നടന്ന ഒരു സംഭവം ഈ ട്രെൻഡിനെ ആഗോളതലത്തിൽ ചർച്ചയാക്കി. തന്റെ പാവയുടെ ജന്മദിനം ആഘോഷിക്കാനെത്തിയ യുവതി പാവയ്ക്കിരിക്കാൻ ബേബി ചെയർ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ അത് നൽകാൻ മടിച്ചു. പാവയ്ക്ക് വേണ്ടി ജന്മദിന ഗാനം പാടാൻ റെസ്റ്റോറന്റ് ജീവനക്കാർ വിസമ്മതിച്ചതോടെ തങ്ങളെ വിവേചനത്തോടെ കാണുന്നു എന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി. ഇത് പാവകളെ വളർത്തുന്ന വലിയൊരു സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് വഴിവെച്ചു. 2025 ദക്ഷിണ കൊറിയൻ ബാൻഡായ എക്സോയുടെ ആരാധകർക്കിടയിലാണ് ഇത്തരം പാവകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ട താരങ്ങളുടെ രൂപത്തിലുള്ള പാവകളെ കൺസേർട്ടുകളിൽ കൊണ്ടുപോകുന്നത് അന്ന് വലിയ തരംഗമായിരുന്നു. നിലവിൽ ചൈനീസ് വിപണിയിൽ 2 തരം പാവകളാണുള്ളത്: അട്രിബ്യൂട്ട്സ് ഡോൾസും നോൺ അട്രിബ്യൂട്ട്സ് ഡോൾസും. അട്രിബ്യൂട്ട്സ് ഡോൾസ് സിനിമ, സംഗീത താരങ്ങളുടെയോ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയോ രൂപത്തിലുള്ളവയാണ്. അതേസമയം നോൺ അട്രിബ്യൂട്ട്സ് ഡോൾസ് കലാകാരന്മാരുടെ ഭാവനയിൽ വിരിഞ്ഞ സവിശേഷ രൂപങ്ങളാണ്. ഇവയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലെ വെല്ലുവിളികളിൽ നിന്ന് ഒളിച്ചോടാനല്ല, മറിച്ച് കുറച്ചു ചെലവിൽ മാനസിക സന്തോഷം കണ്ടെത്താനാണെന്ന് പല യുവതികളും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ചൈനയിലെ ഒരു വിഭാഗം ആളുകൾക്ക് യുവതികളുടെ ഈ പ്രവണത ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യം.